ഒരുപാട് കാലമായിട്ട് മാറാത്ത വയറുവേദന അനുഭവിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. ഡോക്ടർമാരെ പല സ്ഥലത്തും പോയി കണ്ടിട്ടും അത് മാറ്റാൻ പറ്റാതിരിക്കുന്ന ഈ വയറുവേദനകളിൽ ചിലത് ചെറിയൊരു ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ മാറും. ഈ ഇഞ്ചക്ഷന്റെ പേരാണ് ട്രിഗർ പോയിന്റ് ഇഞ്ചക്ഷൻ. ഇതിനെ പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ്, സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ തൃശ്ശൂരിൽ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് ട്രിഗർ പോയിന്റ് ഇഞ്ചക്ഷൻ? പലപ്പോഴും വയറിന്റെ തൊലിയുടെ ചോട്ടില് ഞരമ്പ് പിണഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നെർവ് എൻട്രാപ്മെന്റ് എന്നാണ് ഇത് പറയാ. അതായത് സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻസ് 6 മാസം കഴിഞ്ഞിട്ടും വയറുവേദന മാറുന്നില്ല. ചിലപ്പോൾ വയറ് കയറി സർജറി ചെയ്തവർക്ക് 6 മാസം കഴിഞ്ഞിട്ടും വയറുവേദന മാറുന്നില്ല. ചരിയുമ്പോ വേദനയുണ്ട്, നടക്കുമ്പോ വേദനയുണ്ട്, ബാക്കി സമയത്തൊന്നും വേദനയില്ല. ഇത് മാറുന്നില്ല, അവിടെ തൊടുമ്പോ വേദനയുണ്ട്. ഇങ്ങനത്തെ കേസുകളിൽ ഇവിടെ ഞരമ്പ് പണിഞ്ഞ് കിടന്നിട്ടാണ് ഇത് വേദന വരുന്നത്. അപ്പോ ഇവര് ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാൽ തൽക്കാലം പെയിൻ കില്ലർ കൊടുക്കും, അത് മാറും. പക്ഷെ അവർക്ക് അത് എന്നും പെയിൻ കില്ലർ കഴിക്കേണ്ട ഒരു അവസ്ഥ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ കേസുകൾക്ക് ട്രിഗർ പോയിന്റ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിറിഞ്ചില് ഈ ഞരമ്പ് പിണഞ്ഞു കിടന്നിട്ടാണ് ഇത് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ സിറിഞ്ചിൽ കുറച്ച് മെഡിസിൻസ് എടുത്തിട്ട് അത് ഈ ഞരമ്പുകളുടെ ഉള്ളിലേക്ക്, നമ്മളിപ്പോ ഒരു ഇഞ്ചക്ഷൻ അതിന്റെ തൊലിയുടെ ചോട്ടിലേക്ക് കുത്തിവെക്കും. എന്നിട്ട് വേദന ഉണ്ടോ എന്ന് പറയും ഒരു ഭാഗത്തേക്ക്. പിന്നെ സിറിഞ്ച് പുറത്തേക്ക് എടുക്കാതെ തന്നെ വേറൊരു പോയിന്റിലേക്ക് ചോദിക്കും, വേദന ഉണ്ടോ. വേദനയുള്ള ഭാഗങ്ങളിൽ കുറച്ച് ഈ ദ്രാവകം കുത്തിവെച്ച് കഴിഞ്ഞാൽ ഞരമ്പുകളുടെ ആ പിണഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്വഭാവം അങ്ങോട്ട് പോകും. അപ്പൊ ഞരമ്പുകളുടെ പിണഞ്ഞു നിൽക്കുന്നത് പോയി കഴിഞ്ഞാൽ പെയിൻ റിലീഫ് കിട്ടും. ഈ പെയിൻ റിലീഫ് ശാശ്വതമാണ്. ഒരു പേഷ്യന്റിന് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം സാധാരണ ഇത് നിൽക്കാറുണ്ട്. ചിലവർക്ക് കുറെ സ്ഥലത്ത് നെർവ് എൻട്രാപ്മെന്റ് ഉള്ളവർക്ക് ഒരു സ്ഥലത്ത് ഒരു ദിവസവും വേറെ സ്ഥലത്ത് വേറെ ദിവസം ചെയ്ത് കഴിഞ്ഞാലും ഈ വേദന മാറാറുണ്ട്. എന്നാൽ ഇത് എല്ലാവർക്കും പറ്റുന്നതല്ല. വയറില് സാധാരണ വേദന വരുന്നത് എന്തിനൊക്കെയാണ്? ഈ കുടലുക സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അങ്ങനെ ക്രോൺസ് ഡിസീസ്, അപ്പൻഡിസൈറ്റിസ്, അല്ലെങ്കിൽ യൂട്രസിനോട് സംബന്ധമായിട്ട് ഓവറിയിലെ മുഴ, യൂട്രസിലെ ഒട്ടിപ്പിടിക്കല്, ഇങ്ങനത്തെ കേസുകൾക്കൊക്കെ സർജറി വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ മരുന്നുകൾ വേണ്ടി വന്നേക്കാം. അതേപോലെ പഴുപ്പ്, യൂട്രസിന്റെ സൈഡില് പഴുപ്പുണ്ടെങ്കിൽ അതിന് ആന്റിബയോട്ടിക് വേണ്ടി വന്നേക്കാം. ഇതെല്ലാം പലപ്പോഴും ഈ ആന്റിബയോട്ടിക് കൊടുക്കേണ്ടത് വരെ ചിലപ്പോൾ കണ്ടുപിടിക്കാറില്ല ഡോക്ടേഴ്സ്. അടിയിൽ പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ ഈ ആന്റിബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ. മിക്ക പേഷ്യൻസിനും അടിയിൽ കൂടെ നോക്കുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയും അത് മിസ്സാവാറുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലെങ്കിലും ഇതെല്ലാം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞും സ്കാനിൽ ഒന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും പിന്നെയും വേദന മാറുന്നില്ലെങ്കിൽ അവർക്കാണ് ഈ ട്രിഗർ പോയിന്റ് ഇഞ്ചക്ഷൻസ് യൂസ്ഫുൾ. വലിയ സൈഡ് ഇഫക്ട്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 10-20 കൊല്ലമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പ്രചാരത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തുകൊണ്ടോ മിക്ക ഡോക്ടേഴ്സും ഇതിനെപ്പറ്റി അറിയുന്നില്ല, അത് ചെയ്യുന്നുമില്ല. അത് കാരണം അറിയപ്പെടാത്തത് കാരണം പേഷ്യൻസ് അതിന്റെ ഒരു ഉപയോഗം അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അവിടെ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് ഇഫക്റ്റ് കാര്യമായിട്ടൊന്നുമില്ല. ആ ചെയ്യുന്ന ദിവസം പിന്നെ ഒരു 4 ദിവസത്തേക്ക് ആ വേദന ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ചെറിയ വേദനയുള്ളൂ, സഹിക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് മാറിപ്പോയി കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം കിട്ടും. അപ്പോ മസിൽ ടൈറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് എങ്കിൽ ഈ മസിൽസിന്റെ ഉള്ളിൽ കുത്തിയാലും വേദന മാറും. അതേപോലെ അടിയിലും ചില പേഷ്യൻസിന് ഭയങ്കര വേദന വരും. പ്രത്യേകിച്ച് ഈ യൂട്രസിന്റെ സർജറി ഒക്കെ ചെയ്ത ചില പേഷ്യൻസിന് അവിടെ വല്ല മസിലും ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതേപോലെ നമ്മുടെ കാര്യങ്ങൾ ശരിയാവാതിരിക്കുകയാണെങ്കിൽ അതിനും അവിടെ മസിൽസിന്റെ ഉള്ളില് വേണി ഭാഗത്തൊക്കെ കുത്തിവെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വരാറുണ്ട്. ട്രിഗർ പോയിന്റ് ഇഞ്ചക്ഷൻസ് നല്ലൊരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ്. അത് വളരെ യൂസ്ഫുൾ ആണ്. മാറാത്ത വേദനകള് വയറിലായാലും അടിയിലായാലും അത് ഡയഗ്നോസ് ചെയ്യുന്ന വേറൊരു സാധനവും സ്കാനിലോ കൈകൊണ്ട് നോക്കിയിട്ടോ കാണുന്നില്ലെങ്കിൽ, വയറുമ്പിൽ തൊടുമ്പോഴാണ് വേദന വരുന്നത്, അനങ്ങുമ്പോഴാണ് വേദന വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ശാശ്വത പരിഹാരം ലഭിക്കും. നന്ദി, നമസ്കാരം.